ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഒരു പുതിയ വെഞ്ചറിലേക്ക് ശ്രമിക്കുകയാണ്. സ്ഥലം ഇങ്ങനെ ഈ ഒരു വെള്ളക്കെട്ട് ഏരിയയിൽ എടുത്തപ്പം ആരെ വർക്ക് ഏൽപ്പിക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഇങ്ങനെ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നതായിട്ട് അറിഞ്ഞത്. പല വീടുകളും വെച്ചവരുടെയും അടുത്ത് അന്വേഷിച്ചു. അവരുമൊക്കെ പറഞ്ഞ് ഇതുപോലൊരു വെള്ളക്കെട്ട് ഏരിയയിൽ അവർ ഫില്ലറൊക്കെ വാർത്ത് അടിപൊളിയായിട്ട് ആ ഒരു വെള്ളക്കെട്ടിൽ വീട് വെച്ചതിൻ്റെ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അടുത്ത് കേട്ടറിഞ്ഞ അടിസ്ഥാനത്തിലും നല്ല കമ്പനിയാണ്, നല്ലതുപോലെ വർക്ക് ഏറ്റെടുത്ത 100% നമുക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയൊരു കമ്പനിയാണെന്നുള്ളത് അറിയാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കമ്പനിക്ക് തന്നെ എൻ്റെ വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനായിട്ട് മുന്നിട്ടിറങ്ങിയത് തന്നെ. ഏറ്റവും ലോ കോസ്റ്റിലായിരിക്കും ഞങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് അത് ഏറ്റവും നല്ല രീതിയിലായിരിക്കും അത് കൊടുക്കുകയും ചെയ്തത്. അത് ഏത് പ്രൊജക്റ്റുകൾ ഞങ്ങൾ ചെയ്തത് വേണമെങ്കിലും ക്ലയൻറ്റിനെ സമീപിക്കാം, നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകൾ ചെന്ന് നോക്കാം, ഉപയോഗിച്ച മെറ്റീരിയൽസുകൾ നോക്കാം, നിങ്ങൾക്ക് ഏത് രീതിയിലും വെൽക്കം. സ്വന്തമായൊരു ഭവനം എന്നത് ഓരോ കുടുംബത്തിന്റെയും ആഗ്രഹമാണ്. അത് സാക്ഷാത്കരിക്കാൻ പലരുടെ മുന്നിലും തടസ്സം നിൽക്കുന്നത് ഭാരിച്ച നിർമ്മാണ ചെലവുകളാണ്. എന്നാൽ ഏതുതരം ഭൂമിയിലും ചിലവ് കുറഞ്ഞ രീതിയിൽ മനോഹരമായ ഭവനങ്ങൾ നിർമ്മിച്ച് വേറിട്ട് നിൽക്കുകയാണ് ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ്. വളരെ സന്തോഷപ്രദമായ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. പുതിയതായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പള്ളി 50 മീറ്റർ മാത്രം അകലെ സെൻറ്റ് ഡിസ്മസ് ചർച്ച്, ദ ചർച്ച് ഓഫ് ഗുഡ് തീഫ്, അടുത്ത 10 ദിവസത്തിനകത്ത് അത് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്, ആശീർവദിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ പ്രദേശത്ത് 3 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. പള്ളി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അനേകം പേര് ഭവനത്തിന് തറക്കല്ലിടുന്നു, പുതിയ ഭവനങ്ങൾ വരുന്നു. ഏകദേശം 100 മുതൽ 120 ഭവനങ്ങൾ വരെ ഈ പ്രദേശത്തേക്ക് ഉയരപ്പെടുന്നുണ്ട്. സ്ഥലങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. പണ്ടിവിടെയൊക്കെ വെള്ളക്കെട്ടുള്ള പ്രദേശമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കുറേ മണലിട്ട് ഫില്ല് ചെയ്തു. 4 വശവും കായലൊക്കെയാണ്. അപ്പോൾ പലർക്ക് ചില ആശങ്കകളൊക്കെ ഉണ്ട്. ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഒരു പുതിയ വെഞ്ചറിലേക്ക് ശ്രമിക്കുകയാണ്. അസൗകര്യങ്ങളുടെ മധ്യേയും അസ്വസ്ഥതകളുടെ മധ്യേയും അല്ലെങ്കിൽ ഫേവറബിളായിട്ടുള്ള അല്ലാത്ത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അനുകൂലമാക്കാൻ കഴിയും എന്നാണ് അവരുടെ ചലഞ്ച്. വെള്ളക്കെട്ടുകൾ നിറഞ്ഞ ഭൂമിയിൽ ആധുനിക രീതിയിൽ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിച്ചു നൽകുന്ന ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ നിർമ്മാണ രീതികൾ ഇതിനോടകം കേരളത്തിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. നെടുങ്കണ്ട 1-ാം പാലത്തിന് സമീപം കായലിനോട് ചേർന്ന പ്രദേശത്തെ പുതിയ പ്രോജക്റ്റിന്റെ തറക്കല്ലിടിയിൽ കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു. ഞാൻ സ്ഥലം ഇങ്ങനെ ഈ ഒരു വെള്ളക്കെട്ട് ഏരിയയിൽ എടുത്തപ്പം ആരെ വർക്ക് ഏൽപ്പിക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തോ ചെയ്യണമെന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പം എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു. ആരെ ഏൽപ്പിക്കുന്നതെല്ലാം പലരുടെ അനുഭവങ്ങൾ പറയുന്നത് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ഏറ്റെടുത്തവർ വാങ്ങിച്ചിട്ട് പറ്റിച്ചിട്ട് പോയി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, കൂടുതൽ നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, പറഞ്ഞതിനും തുക അപ്പുറം ആയിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു കേട്ടുകേൾവിയാണ് കേട്ടത്. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഒറ്റയ്ക്ക് നിന്ന് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് ഇത് ഒന്ന് കെട്ടി എടുക്കുമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഇങ്ങനെ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നതായിട്ട് അറിഞ്ഞത്. പള്ളിയുടെ മേട പണിതതും പുതിയ പള്ളി പണിയുന്നതും അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിയാണെന്ന് അറിയാൻ കഴിഞ്ഞതും. അപ്പോൾ ഞാൻ അവരെ സമീപിച്ചത് അങ്ങനെയാണ്. അപ്പം പല വീടുകളും വെച്ചവരുടെയും അടുത്ത് അന്വേഷിച്ചു. അവരുമൊക്കെ പറഞ്ഞത് തന്നെ ഇതുപോലൊരു വെള്ളക്കെട്ട് ഏരിയയിൽ അവർ ഫില്ലറൊക്കെ വാർത്ത് അടിപൊളിയായിട്ട് ആ ഒരു വെള്ളക്കെട്ടിൽ വീട് വെച്ചതിൻ്റെ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അടുത്ത് കേട്ടറിഞ്ഞ അടിസ്ഥാനത്തിലും നല്ല കമ്പനിയാണ്, നല്ലതുപോലെ വർക്ക് ഏറ്റെടുത്ത 100% നമുക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയൊരു കമ്പനിയാണെന്നുള്ളത് അറിയാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കമ്പനിക്ക് തന്നെ എൻ്റെ വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സ് എടുത്ത് അതിനായിട്ട് മുന്നിട്ടിറങ്ങിയത് തന്നെ. അത് 100% വിജയമാക്കി തരുമെന്ന് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ പ്രതീക്ഷയോടു കൂടി തന്നെ ഞാൻ അവരെ ഏൽപ്പിച്ചത്. നിർമ്മാണ പ്രതിസന്ധി നേരിടുന്ന ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുകയെന്ന വെല്ലുവിളിയാണ് UAEയിലും കേരളത്തിലുമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ AM ആസാദ് കൊട്ടാരത്തിൽ പറയുന്നു. ഞാൻ പ്രവാസിയായിരുന്നു. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചും കൊണ്ടാണ് ഇതേ സ്ഥാപനം ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനി അബുദാബിയിലുണ്ട്. അതിൽ 2 ഓഫീസ്, ഒന്ന് അബുദാബിയിൽ ഒന്ന് ദുബായിൽ, 2 സ്ഥലത്തായിട്ടുണ്ട്. അതിൻ്റെ ബ്രാഞ്ചാണ് ആലങ്കോട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കല ഇട്ടിരിക്കുന്നത്. ഇത്രയും ആണ് ഇപ്പോൾ നിലവിലുള്ളത്.
ഈ പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ള സ്ട്രെങ്ത്ത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൾഫ് എക്സ്പീരിയൻസാണ്. കാരണം അവിടെ നമ്മൾ ഇതേമാതിരിയുള്ള ഒത്തിരി പ്രൊജക്റ്റുകൾ, ഞാനിപ്പോൾ ലാസ്റ്റിൽ ചെയ്ത് നിർത്തിയത് അബുദാബിയിൽ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റുണ്ട്. അതായത് അൽ ജസീറ സ്റ്റേഡിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ, അത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സാണ്. അതിപ്പോൾ CID ബിൽഡിങ്ങും മറ്റും കാര്യങ്ങളാണ്. അതിൻ്റെ പ്രൊജക്റ്റ് കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ അതേമാതിരി ഒരുപാട് അവിടെയും നമ്മൾ ഇതേമാതിരി തന്നെ ഫയലിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്. പിന്നെ കടലിനോട് ചേർന്ന് നമ്മൾ അവിടെയും വീട് വെക്കാറുണ്ട്, പ്രൊജക്റ്റുകൾ വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സോയിൽ ടെസ്റ്റ് എല്ലാം ചെയ്തു. അതിൻ്റെ അതനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള മെഡിസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അതനുസരിച്ചാണ്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. അതായത് പ്രവാസി ജീവിതത്തിലുള്ള അവിടെ ഉണ്ടായിരുന്ന ഗൾഫ് എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ അതിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിനെ സമീപിക്കാം, നമുക്കൊരു സ്വപ്ന ഭവനം പൂർത്തീകരിക്കാൻ വേണ്ടി. ഒരു സംശയം വേണ്ട, അറ്റ് ഓൾ, എനി ടൈം, എപ്പോഴും വെരി മച്ച് വെൽക്കം ടു ഓൾ ഓഫ് ഹിം. കാരണം രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, അവർക്ക് ലോ കോസ്റ്റിൽ, ഏറ്റവും ലോ കോസ്റ്റിലായിരിക്കും ഞങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് അത് ഏറ്റവും നല്ല രീതിയിലായിരിക്കും അത് കൊടുക്കുകയും ചെയ്യുന്നത്. അത് ഏത് പ്രൊജക്റ്റുകൾ ഞങ്ങൾ ചെയ്തത് വേണമെങ്കിലും ക്ലയൻറ്റിനെ സമീപിക്കാം, നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകൾ ചെന്ന് നോക്കാം, ഉപയോഗിച്ച മെറ്റീരിയൽസുകൾ നോക്കാം, നിങ്ങൾക്ക് ഏത് രീതിയിലും വെൽക്കം. റേറ്റ് നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ള് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, ഈ പ്രൊജക്റ്റ് നിങ്ങൾ നോക്കണം, ഇതൊന്ന് നോക്കണം. ഈ വെള്ളക്കെട്ടിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1600 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റിനാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1600 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റിനാണ് ഈ പ്രൊജക്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, ഈ പ്രൊജക്റ്റ് തീർന്നിട്ടും വീഡിയോ എടുക്കാം, എന്നിട്ട് ക്ലയൻറ്റിൻ്റെ അഭിപ്രായവും നിങ്ങൾക്ക് എടുക്കാം. ഒരു കുഴപ്പമില്ല സാർ, എപ്പോഴും വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ 1600 രൂപ സ്ക്വയർ ഫീറ്റിന് ഈ വീട് ഫില്ലറടിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിലെന്താ ലാഭം നമുക്കുള്ളത്? എൻ്റെ ലാഭം, ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ലാഭം എൻ്റെ ക്ലയൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ. വീണ്ടും ഞാൻ പറയുന്നു, അവർ കയറി ആ വീട്ടിൽ താമസിച്ചിട്ട് അവരൊരു നല്ലൊരു അഭിപ്രായം പറയട്ടെ, അത് മതി. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈശ്വരൻ നമുക്ക് തന്നോളും. ന്യൂസ് ഡയറി കേരളം, വർക്കല.